അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈസാ നബി ചരിത്രം തുടരുകയാണ്. ഈസാ നബിയും ജൂതയും കൂടി ഇപ്പോൾ ഈ നദിയുടെ മുകളിലൂടെ ഇങ്ങനെ നടന്നു പോവുക. ഈ നടന്നു പോകുന്ന അവസരത്തിൽ ഈ ജൂതനിക്കൊരു തോന്നൽ മനസ്സിൽ എന്താണെന്നല്ലേ, ഞാനും ഈസയും കൂടി എന്താണ് വ്യത്യാസം? ഈസ വെള്ളത്തിലൂടെ നടന്നു പോകുന്നു, ഞാനും വെള്ളത്തിലൂടെ നടന്നു പോകുന്നു. ഈ ആഴമേറിയ വെള്ളത്തിലൂടെ നടന്നു പോകണമെങ്കിൽ കുറച്ചൊക്കെ പദവികൾ വേണ്ടേ? അപ്പോൾ ഈസക്കുള്ള പദവി എനിക്കും ഉണ്ടല്ലോ എന്ന് മനസ്സിൽ വിചാരിക്കേണ്ട താമസം അയാൾ അത് അവിടവും വെള്ളത്തിലേക്ക് അങ്ങോട്ട് വീണു. അതായത് വെഴുക്കി വീഴുന്ന മാതിരി അങ്ങോട്ട് വീണു. ഉടനെ തന്നെ ഒന്ന് മുങ്ങി, ഉടനെ തന്നെ കൈ പൊക്കി ഈസ എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഈസാ നബി അലൈഹി സ്വലാം കൈ കൊടുത്തു, അവനെ പിടിച്ച് കയറ്റി. എന്നിട്ട് പറഞ്ഞു, മനസ്സിൽ അഹങ്കാരം പാടില്ല. നീ എൻ്റെ കൂടെ നടക്കുമ്പോൾ അത് നിനക്ക് അല്ലാഹു തആല പ്രവാചകൻ്റെ കൂടെ നടക്കാനുള്ളൊരു പദവി നിനക്ക് അല്ലാഹു തആല നൽകിയതാണ്. മാത്രമല്ല, പ്രവാചകൻ ചെയ്യുന്ന പ്രവർത്തികളിൽ പങ്കാളിയാവാൻ നിനക്ക് ഒരു പദവി അല്ലാഹു നൽകി. അതിന് നീ അല്ലാഹുവിനെ സ്തുതിക്കുകയും അവനക്ക് സ്തോത്രം അർപ്പിക്കുകയുമാണ് വേണ്ടത്. അതിന് പകരം നീ അഹങ്കാരമാണ് മനസ്സിൽ ചിന്തിച്ചത്. അതുകൊണ്ട് ഇനി മേലിൽ അത് ആവർത്തിക്കരുത് എന്ന് മാത്രമല്ല, ഉടനെ തന്നെ ഇസ്തിഗ്ഫാർ ചെയ്യൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഇസ്തിഗ്ഫാർ ചെയ്തു. അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങി അവൻ ഇസ്തിഗ്ഫാർ ചെയ്തു. അങ്ങനെ അവർ ആ യാത്ര തുടരുകയാണ്. ഇത് നമുക്ക് എപ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഈ അപകടങ്ങൾ പറ്റാറുണ്ടല്ലോ. എന്തെങ്കിലും നമ്മൾ ഇപ്പോൾ ചെറുതായിട്ട് നമ്മൾ എന്തെങ്കിലും മുറിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൈവിരലിൽ ഒരു കത്തി തട്ടി വിരൽ മുറിയുക. ഈ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? മരുന്ന് വെച്ച് കെട്ടണം, ശരിയാണ്, എല്ലാവർക്കും അറിയാം. പക്ഷേ ഇസ്തിഗ്ഫാർ ചെയ്യണം. അസ്തഗ്ഫിറുല്ലാഹൽ അസീം അല്ലെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി എന്ന് നമ്മൾ മനസ്സിൽ പറയണം. എന്തിനാണെന്നറിയോ? ഇത് എനിക്കുള്ള എന്തെങ്കിലും ശിക്ഷയാണെങ്കിൽ, ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് നേരത്തെ ചെയ്തതിൻ്റെ ശിക്ഷയാണെങ്കിൽ, പടച്ചോനെ അതിനെനിക്ക് നീ പുറത്തു തരണേ എന്ന് പറയുന്ന ഒരു മുൻകൂർ ജാമ്യാണത്. ഇത് പറയണം. അതുകൊണ്ടാണ് ഈസ ഈ ജൂത വീണപ്പോൾ കയറ്റിയതിന് ശേഷം അവനോട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ പറഞ്ഞത്. കാരണം അവനങ്ങനെ മനസ്സിലൊന്ന് കരുതിയിട്ടുണ്ടല്ലോ, കരുതിയതിന് ശേഷമല്ല അവന് വീണത്. ആ വീണത് ഇന്നതിനാണ് എന്ന് ഇവിടെ മനസ്സിലായില്ലേ? അപ്പോൾ അതിന് ഇസ്തിഗ്ഫാർ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മളെ തെറ്റ് മനസ്സിലാവില്ല, നമ്മൾക്ക് ഒരുപാട് തെറ്റ് മനസ്സിലാവാത്തതുണ്ടാവും. ഇന്നതൊക്കെ നമ്മൾ ഇത്ര പോലും തെറ്റുകൾ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നോട്ടം കൊണ്ടും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതായാലും അത് നമ്മൾ സന്ദർഭോചിതമായിട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഏതായാലും ഇവർ ഈ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ നടന്നു പോയി അവർ കര പറ്റുകയാണ് കേട്ടോ, കരക്ക് കയറുകയാണ്. അങ്ങനെ കരക്ക് കയറി അവർ വീണ്ടും പോകുന്നത് ഒരു വിശ്രമ സ്ഥലത്തേക്കാണ്. ഈസാ നബി അലൈഹി സ്വലാം തൻ്റെ ശിഷ്യന്മാരുമായിട്ട് ഇങ്ങനെ ക്ലാസ്സൊക്കെ എടുക്കുന്ന സമയത്ത് എപ്പോഴും ശിഷ്യന്മാർക്ക് ഓരോരോ ഉപദേശങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. ആ ഉപദേശങ്ങളിൽ എപ്പോഴും കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒരിക്കൽ അള്ളാഹുവിനോട് ചോദിച്ചപ്പോൾ, ഈസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് ചോദിച്ചപ്പോൾ, അന്ത്യപ്രവാചകനെ പറ്റി അള്ളാഹു എനിക്ക് നീ ഒന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോൾ, ഒന്ന് അറിയിച്ചു തരണേ എന്ന് പറഞ്ഞപ്പോൾ, അന്ത്യപ്രവാചകനെ പറ്റി അള്ളാഹു തആല അറിയിച്ചു കൊടുത്തത്, അന്ത്യപ്രവാചകൻ്റെ സമുദായം വളരെ ആയുസ് കുറഞ്ഞവരാണ്. എന്നാൽ അവരുടെ അല്പ പ്രവർത്തികൾ കൊണ്ട്, അല്പ സൽക്കർമ്മങ്ങൾ കൊണ്ട് ഞാൻ അവർക്ക് കൂടുതൽ പ്രതിഫലം കൊടുക്കും. അങ്ങനെയാണ് അവരുടെ പ്രവർത്തികൾ. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അവർക്ക് വിശ്വാസം കുറച്ച് കൂടുതലാണ്, നല്ല വിശ്വാസമാണ്. മാത്രമല്ല, ഈ മുഹമ്മദ് നബിയുടെ സമുദായത്തിൽ ആദം നബി മുതൽക്ക് ഉണ്ടായ ഒരു സമുദായത്തിനും ഇല്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമതായിട്ട് അവരിൽ ഈ ഉമറാക്കളും ഉലമാക്കളും ഒക്കെ കൂടുതലാണ്. പിന്നെ പണ്ഡിതന്മാരും ഔലിയാക്കളും ആരിഫീങ്ങളും ഹുതുബീങ്ങളും ഒക്കെ ഈ സമുദായത്തിൽ, മുഹമ്മദ് നബിയുടെ സമുദായത്തിൽ നിറഞ്ഞു നിൽക്കും. എന്ന് വെച്ചാൽ ഒരു വലിയ കായ്ക്കനികൾ വിളഞ്ഞു നിൽക്കുന്ന ഒരു തോട്ടം, അതിൽ പൂന്തോട്ടവും കായ്ക്കനികളും കൂടി നിൽക്കുന്ന ഒരു തോട്ടം പോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായം. എന്ന് വെച്ചാൽ നമ്മുടെ ഈ സമുദായത്തിന് ഉള്ള അത്ര ആക്ക് മറ്റുള്ള സമുദായക്കാർക്കൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് അല്ലാഹു തആല അറിയിച്ചു കൊടുത്തത്. ഈ കാര്യങ്ങളൊക്കെ ശിഷ്യന്മാർക്ക് ഈസാ നബി പറഞ്ഞു കൊടുക്കലുണ്ട്. അങ്ങനെ ഈസാ നബി അലൈഹി സ്വലാമും ഈ ജൂതയും കൂടി ഈ കുറച്ച് യാത്ര ചെയ്തതല്ലേ, ഒരു മരച്ചുവട്ടിലിരുന്നു കൊണ്ട് ഈസാ നബി പറഞ്ഞു, ഞാൻ ഇനിയൊന്ന് മൂത്രക്കൊഴിച്ച് ഞാനൊന്ന് നിസ്കരിക്കുകയൊക്കെ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഒരു അരുവിക്കരയിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ എടുത്ത് വുളുവൊക്കെ ചെയ്ത് അദ്ദേഹം നിസ്കാരത്തിലേക്ക് ആയ സമയത്ത് ഈ പഹയനുണ്ടല്ലോ, ഈ ജൂത, ഇവൻ്റെ മനസ്സിൽ വീണ്ടും ശൈത്താൻ കയറി. സുൽത്താൻ്റെ കൊട്ടാരത്തിൽ കള്ളൻ കയറി, പൊന്നും വിത്തും വാരി
കള്ള സൈത്താൻ നാടിവിടക്കാക്കി. കേട്ടിട്ടില്ലേ? അതേപോലെ ഇവൻ്റെ മനസ്സിൽ പിന്നെയും സൈത്താൻ കയറി. ഇതൊരു വല്ലാത്ത കയറ്റായിപ്പോയി. അങ്ങനെ ഇവൻ എന്താണ് സൈത്താൻ കയറിയതെന്ന് അറിയോ? ഇവൻ്റെ മനസ്സിൽ തോന്നിയത്, ഞാനിപ്പോൾ ഈസാ നബി, ഈ ഈസ മറിയമിൻ്റെ മകൻ ഈസ ഈ കണ്ട പ്രവൃത്തിയോടൊക്കെ ചെയ്തത് ഞാൻ കണ്ടിക്കണേ, ഞാൻ ശരിക്കും നോക്കിക്കണേ. ഇതെങ്ങനെയാണെന്ന്. ഈ വടിയാണ് ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ വടി അവിടെ വെച്ചിരുന്നേ. ഈ വടി കൊണ്ടാണ് ഈസ എല്ലാ പ്രവർത്തികളും ചെയ്യുന്നത്. ഈ വടി എനിക്ക് കിട്ടിയാൽ പിന്നെ എനിക്ക് ഈസയുടെ അതേമാതിരി ആവാം, എനിക്ക് പല അത്ഭുതങ്ങളും കാണിക്കാം. ഈ വടി കൊണ്ട് എനിക്ക് കോടീശ്വരനാകാം, സമ്പന്നനാവാം, വളരെ ഉന്നതിയിലെത്താം. അതുകൊണ്ട് ഈ വടിയും എടുത്ത് ഞാൻ യാത്രയാവുകയാണ്. ഈസാ നബി നിസ്കാരത്തിലാണ്. അവർ നിസ്കരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ലോകത്തുള്ള ഒരു കാര്യങ്ങളും അവർക്ക് അറിയില്ല. ഈസാ നബി നിസ്കാരത്തിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഈ ജൂത ആ വടിയും എടുത്തുകൊണ്ട് സ്ഥലം വിട്ടു. അയാൾ സന്തോഷത്തിൽ പോവുകയാണ്, നേരെ നടന്നു പോവുക. അങ്ങനെ അയാൾ പോയി എത്തിയത് എവിടെയാണെന്നറിയോ? ഒരു കൊട്ടാരത്തിൻ്റെ അടുത്ത് എത്തിയത്. അപ്പോൾ ഇയാൾ ഈ ജൂത ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഞാനിപ്പോൾ ഈ വടി ഉണ്ടല്ലോ, ഈസാ നബി വടി ഉണ്ടല്ലോ എൻ്റെ കയ്യിൽ, എനിക്ക് ഏത് കൊട്ടാരത്തിലും കയറിച്ചല്ല. അങ്ങനെ അയാൾ ഈ കൊട്ടാരത്തിൽ കയറി ചെന്നപ്പോൾ കൊട്ടാരവാസികൾ കടത്തി വിട്ടിട്ടോ, കൊട്ടാരത്തിന് കാവൽക്കാരൊക്കെ കടത്തി വിട്ട്. എന്താണ് ഇവിടെ പ്രശ്നം എന്ന് ചോദിച്ചു. ഇവിടെ പ്രശ്നമൊന്നുമില്ല, ഇവിടെ രാജാവ് ഭയങ്കര രോഗശയ്യയിലാണ് കിടക്കുന്നത്. അയാളെ ചികിത്സിക്കാൻ വന്ന ഒരു വൈദ്യന്മാർക്കും ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ജൂത പറഞ്ഞു, ഞാനുണ്ട്, ഞാൻ ശരിയാക്കി തരാം, ഒക്കെ ഞാൻ അപ്പം ശരിയാക്കി തരാം, നിങ്ങൾ പേടിക്കണ്ട എന്ന് പറഞ്ഞു. എനിക്ക് നല്ല സമ്മാനം രാജാവിൽ നിന്ന് വാങ്ങിത്തരുമോ? എങ്കിൽ ഞാൻ ശരിയാക്കി തരാം. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഞങ്ങളെ രാജാവിൻ്റെ ജീവനാണ് വലുത്, നിങ്ങൾ രാജാവിൻ്റെ രോഗം മാറ്റൂ, അതിനുശേഷം നിങ്ങളുടെ പ്രതിഫലം രാജാവ് തന്നെ തീരുമാനിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഇവനെ നേരെ രാജാവിൻ്റെ ആ കെടുക്കുന്ന കിടപ്പറയിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയിക്കുമ്പോൾ രാജാവ് നല്ല രോഗത്ത് കിടക്കുകയാണ്, പറ്റ അവസ്ഥ നിലയിലാണ്. ഇവനെന്താ ചെയ്തതെന്നറിയോ? ഈ വടി ഈസൻ്റെ വടിയല്ലേ, ഈ വടിയായിട്ട് ഒരു അടി അടിച്ചപ്പോഴാണ് ആ വെള്ളം ഉറച്ച് അങ്ങോട്ട് നടക്കാൻ സാധ്യമായത്. അങ്ങനെ പല സംഭവങ്ങളും ഇവൻ കണ്ടിട്ടുണ്ട് ഈ വടി കൊണ്ട്. അപ്പോൾ വടി കൊണ്ട് തടവിയിട്ട് കണ്ണ് കാഴ്ച തിരിച്ചു കിട്ടിയതും, വടി കൊണ്ട് തടവിയിട്ട് രോഗം മാറിയതും, പല സംഭവങ്ങളും ഇവൻ കണ്ടിട്ടുണ്ട്. ഇവൻ ആ വടി കൊണ്ട് ഒരൊറ്റ അടിയാണ് രാജാവിനെ ഓങ്ങിയിട്ട് ഒരൊറ്റ അടിയാണ്. രാജാവ് ഒരു പെടച്ചില, അതോടുകൂടി രാജാവിൻ്റെ ജീവൻ പോയി. രാജാവ് ഒറ്റ പെടച്ചിൽ രാജാവിൻ്റെ ജീവൻ പോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എല്ലാവരും കൂടി ഇവനെ പിടിച്ചിട്ട് ഇവനെ 4 പേറി നല്ല കൊടുത്തപ്പോഴത്തിന് ഈസാ നബി ഇവനെ തിരഞ്ഞെടുക്കുകയാണ്. ഇവൻ എവിടെ എത്തിക്കണമെന്ന് വെച്ചാൽ ഇങ്ങനെ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഈസാ നബിക്ക് മനസ്സിലായി, കാരണം ഈ പോണ വഴിയിൽ രാജകൊട്ടാരം ഉണ്ടല്ലോ, അപ്പോൾ അവിടെ ഇവൻ എങ്ങനെ എത്തിപ്പെടാതിരിക്കില്ല എന്ന് ഈസാ നബിക്ക് ഉറപ്പാണ്. ഈസാ നബി നേരെ കൊട്ടാരത്തിലേക്ക് ചെന്നപ്പോൾ ആളുകൾ ഇവനെ പിടിച്ചിട്ട് ആകെ ബന്ധസ്ഥനെ ആക്കിയിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഈസാ നബി അലൈഹി സ്വലാം അവരോട് ചോദിച്ചു, എന്താ പ്രശ്നം? ഇവനിങ്ങനെയൊക്കെ ചെയ്തു, എന്നാൽ നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടത്? ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജാവിൻ്റെ ജീവൻ വേണം, അതുപോലെ എന്നാൽ നിങ്ങൾ ഇവനെ മോചിതനാക്കൂലേ എന്ന് ചോദിച്ചു. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഉടനെ തന്നെ ഈസാ നബി അലൈഹി സ്വലാം ആ വടി അവനിൽ നിന്നിങ്ങോട്ട് വാങ്ങിച്ചുകൊണ്ട് വെല്ലം ഒന്നിങ്ങോട്ട് തടകിയതേ ഉള്ളൂ. ആ മരിച്ചു കിടക്കുന്ന ആൾ പെട്ടെന്ന് എണീച്ച് ഇരുന്നു എന്നല്ല, പൂർണ്ണ ആരോഗ്യത്തോടു കൂടി എണീച്ചിരുന്നത്. സാധാരണ ആ രോഗി എണീച്ചിരിക്കുന്ന മാതിരിയല്ല, എണീച്ചിങ്ങോട്ട് നിന്ന് നല്ല ഉഷാറിലിങ്ങോട്ട് നിന്ന്. അങ്ങനെ ആ സമയത്ത് എല്ലാവരും വളരെ പരിഭ്രമരായി നിന്നുപോയി. അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഇവന് ഞാനറിയാതെ ആ വടി എടുത്തു പോന്നതാണ്, അപ്പോൾ വടി കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ ക്ഷമിക്കണം, അള്ളാഹുവിനോട് നിങ്ങൾ പൊറുക്കലിനെ തേടുകയും വേണം, അള്ളാഹുവിലേക്ക് നിങ്ങൾ വഴിപ്പെടുകയും വേണം എന്നൊക്കെ പറഞ്ഞു. കറക്റ്റ് ആ ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ ഉപദേശം സ്വീകരിച്ച് ആ കൊട്ടാരത്തിൽ നിന്ന് പറയും ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന് പറയുന്നുണ്ട്. ഏതെങ്കിലും ഈസാ നബി അലൈഹി സ്വലാമും ജൂതയും കൂടി അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ പിന്നെ അവർ പോകുന്നത് എവിടേക്കാണെന്നറിയോ? പിന്നെ അവർ നീങ്ങുന്നത് മറ്റൊരു ഗ്രാമത്തിലേക്കാണ്. അവിടെ സംഭവിക്കുന്നത് എന്താണെന്നറിയോ? അവിടെ ഇങ്ങനെ കുറേ അങ്ങോട്ട് അങ്ങനെ പോയിട്ട് രണ്ടുപേരും കൂടി വീണ്ടും ഈ യൂതനെ എങ്ങനെയെങ്കിലും സത്യം പറയിപ്പിക്കണമല്ലോ. കുറച്ചങ്ങോട്ട് ചെന്നതിന് ശേഷം ചോദിച്ചു, അല്ല എടോ, ആ രാജാവിൻ്റെ ജീവൻ തിരിച്ചു നൽകിയ അള്ളാഹുവിനെയാണ് സത്യം,
നിൻ്റെ കയ്യിൽ എത്ര റൊട്ടി ഉണ്ടായിരുന്നു? മൂന്നാമത്തെ റൊട്ടി തിന്നതാരാണ്? അയാൾ പറഞ്ഞു, യഹോവയാണ് സത്യം, ഞാൻ അറിയില്ല, ഞാൻ എടുത്തിട്ടില്ല, അങ്ങനെ ഒരു റൊട്ടി എനിക്കറിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈസാ നബി അലൈഹി ഇസ്ലാം വീണ്ടും തുടർന്നു, ഇവൻ നന്നാവില്ല, ഇവൻ നന്നാവാനുള്ള ഒരു വഴി കാണുന്നില്ല, അതുകൊണ്ട് ഇനി ഇവനെക്കൊണ്ട് സത്യം പറയിച്ചിട്ടേ ഞാൻ മടങ്ങുള്ളൂ, ഇവനും ഞാനും കൂടി പിരിയുള്ളൂ, അതുവരേക്കും ഇവൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് ഈസാ നബി അലൈഹി ഇസ്ലാം ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ അവർ യാത്ര തുടർന്ന് എത്തിയത് മറ്റൊരു ഗ്രാമത്തിലാണ്. അവിടെ ചെന്നപ്പോൾ നല്ല മണ്ണ്, നല്ല മണൽപ്പരപ്പുള്ള സ്ഥലേ. അവിടുന്ന് ഈസാ നബി അലൈഹി ഇസ്ലാം എന്ത് ചെയ്തു? 3 കൂമ്പാരം മണ്ണ് കണ്ട് കൂട്ടി, 3 കൂമ്പാരം മണ്ണുകൾ കൂട്ടിയിട്ട് അതിനോട് ഖും എന്നൊരൊറ്റ പറയല, അതങ്ങണ്ട് സ്വർണ്ണമായി മാറി. ഈ 3 കൂമ്പാരം സ്വർണ്ണങ്ങൾ, ഈ 3 കൂമ്പാരം സ്വർണ്ണങ്ങൾ ഇങ്ങോട്ട് കണ്ടപ്പോൾ ഈ ജൂതൻ്റെ കൽബ് അങ്ങോട്ട് കിടിലം കൊണ്ട്, ഈ സ്വർണ്ണമൊക്കെ പാടപ്പോൾ ആർക്കുള്ളതാണ്? ഇത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ലോകത്തിന് ഒന്നും വേണ്ട ആവശ്യമില്ല, ദുന്യാവ് ഇതന്നെ, സ്വർഗ്ഗം തന്നെ എന്ന് പറഞ്ഞു. അങ്ങനെ ഈസാ നബി അലൈഹി ഇസ്ലാമിനോട് ജൂത ചോദിച്ചു, ഈ 3 കൂട്ടം സ്വർണ്ണം ഉണ്ടല്ലോ, ഇതാർക്കാണ് ഇത് 3ഉം കൂടി എന്ന് ചോദിച്ചു. അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, നമുക്കത് വീതിച്ചെടുക്കുക, കുഴപ്പമൊന്നുമില്ല, ഒന്നിനക്കും വീതിച്ചെടുക്കുക, പിന്നെ മൂന്നാമത്തത് ആർക്കാണ് ജൂത ചോദിക്കുക. അപ്പോൾ പറഞ്ഞു, അതെ, മൂന്നാമത്തെ ഒരാളും കൂടി ഉണ്ടല്ലോ ഇവിടെ നമ്മളോട് കൂടെ. അതാരാ? ഞാൻ കാണുന്നില്ലല്ലോ. ഉണ്ട്, നമ്മളൊപ്പം തന്നെ മൂന്നാമത്തെ ഒരാളുണ്ട്. അതാരാന്ന് നീ കണ്ടില്ലേ? നീ കാണുമല്ലോ. ഇല്ല, നിങ്ങൾ ഈസാ എന്നോട് സത്യം പറ, ആരാണത്? അതെ, മൂന്നാമത്തെ റൊട്ടി തിന്ന ആളാണ് ആ അവകാശി. ഉടനെ തന്നെ ജൂത പറഞ്ഞു, എൻ്റെ ഈസാ എന്നോട് ക്ഷമിച്ചേക്ക്, ഞാൻ തന്നെയാണത്, എങ്ങനെ പറയാച്ചിട്ട് പറയാതിരുന്നതാണ്, ഞാൻ തന്നെയാണ് ആ റൊട്ടി തിന്നത്. അപ്പോൾ ഞാൻ ഈ 2 ഓഹരിയുടെ അവകാശം ഞാൻ തന്നെ അല്ലേ എന്ന് ചോദിച്ചു. 2 ഓഹരിയല്ല എൻ്റെ മോന്, 3 ഓഹരി എടുത്തോളൂ, 3 ഓഹരിയും നിനക്കുള്ളത് തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ ജൂത പറഞ്ഞു, ഇനിയിപ്പോൾ എങ്ങനെ ഇത് കൊണ്ടുപോവുക? അത് എങ്ങനെയെങ്കിലും കൊണ്ടുപോയിക്കോ, ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞു. അപ്പോൾ ജൂത പറഞ്ഞു, അത് വേണ്ട, ഞാനും പോരാ, നമുക്ക് തിരിച്ചു വരുമ്പോൾ ഇതെടുക്കാം, ഇവിടെ ഒന്നും ആരും വരില്ല, തിരിച്ചു വരുമ്പോൾ ഇത് നമുക്ക് കൊണ്ടുപോവാം എന്ന് പറഞ്ഞ് അങ്ങനെ ഈസയും ജൂതയും വീണ്ടും അവിടെ നിന്ന് യാത്രയാവുകയാണ്. ഇനി സംഭവിക്കാൻ പോകുന്ന സംഭവ വികാസങ്ങൾ അടുത്ത എപ്പിസോഡിലേക്ക് ഇട്ടുകൊണ്ട് ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.